യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിങ്കിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാത ജാഗരണത്തിങ്കിൽ ഒരുമിച്ച് തിരുസന്നിധിയിൽ കൂടി വരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ ചിന്താവിഷയം ലഘുവും സാധാരണമായ കർത്തവ്യങ്ങളിൽ വിശ്വസ്തരാകുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ മനപ്പാഠവാക്യം 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവേദവാക്യം ഇപ്രകാരമാണ്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. സത്യവചന തൻ്റെ അരുമ ശിഷ്യനായ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ പ്രഥമ ഭാഗമാണ് നാം വായിച്ചു കേട്ട. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിശ്വസ്തത എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അത് ചെറിയ കാര്യങ്ങളിലും ആകട്ടെ വലിയ കാര്യങ്ങളിലുമാകട്ടെ നാം ഏറ്റെടുത്തിരിക്കുന്നതായ ദൗത്യങ്ങളിലുള്ളതായ പൂർണ്ണ അർപ്പണ മനോഭാവത്തെയാണ് വിശ്വസ്തത എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ പ്രവാചകനായ എലീശയെക്കുറിച്ച് ഒരു അനുഭവം പറയുകയാണ്. തൻ്റെ ദൗത്യം ഒരു ചെറിയ ഒരു കാര്യത്തിങ്കിൽ വിശ്വസ്തനായി നിന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ വരും കാലഘട്ടത്തിൽ തൻ്റെ നേരെ വരുന്നതായ വലിയ പ്രതിസന്ധികളെയൊക്കെയും അതിജീവിക്കുവാൻ തക്കവണ്ണം അതിജീവനത്തിൻ്റെ ആ കൃപാകടാക്ഷം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് നേരിൽ അതിജീവിക്കാൻ അദ്ദേഹത്തിന് ഇടയായി എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ കടന്ന് തൻ്റെ അനുഭവങ്ങളെ അതിനെ വിശാലവും ആഴമേറിയ മർമ്മങ്ങളിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ നേരിടുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടയായത് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ചെറിയ ഒരു പരീക്ഷ അല്ലെങ്കിൽ ചെറിയൊരു കർത്തവ്യത്തിലുള്ളതായ വിശ്വസ്തതയാണ്. അതുകൊണ്ട് അപ്രകാരം ആ ചെറിയ കാര്യങ്ങളെ ദൗത്യം നാം ഏറ്റെടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായ അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മുടെ പരിശ്രമം നാം അതിൽ സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ വലിയ ബഹുമാനിതമായ സ്ഥാനത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം അതിന് ഇടയാക്കുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വലിയ കർത്തവ്യങ്ങൾ വരുമ്പോൾ മാത്രം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു ചിന്താ ശരങ്ങളുണ്ടായേക്കാം. അങ്ങനെയല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഏത് കർത്തവ്യങ്ങളെയും അതിനെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളത് പ്രാഥമികമായൊരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി നമ്മെക്കൊണ്ടാകുന്നതൊക്കെ അത് വലുതാകട്ടെ ചെറുതാകട്ടെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നതായ കർത്തവ്യങ്ങളെ പൂർണ്ണ ഇച്ഛാശക്തിയോടെ പ്രതിബദ്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി നാം ചെയ്യണമെന്ന് ഇവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചില കാര്യങ്ങളെ അതിജീവിക്കുവാൻ ഒരു പ്രത്യേക താലന്ത് എനിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാം എന്ന കാഴ്ചപ്പാടുകളും ചില സമയങ്ങളിൽ നമ്മെ ഭരിക്കാറുണ്ട്. അവിടെ അങ്ങനെയല്ല. കടന്നു വരുന്നതായ കർത്തവ്യങ്ങൾ അത് വലുതോ ചെറുതോ ഏത് വിഷയങ്ങളാണെങ്കിലും ശരി അതിൽ അർപ്പണ മനോഭാവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ആത്യന്തികം ആ വിജയം നേടുവാനുള്ള താലന്തുകളിലല്ല, പിന്നെയോ ഊർജ്ജസ്വലതയോടുകൂടി അതിനും ഉപരിയായി ആ ചെയ്യുവാനുള്ളതായ സന്നദ്ധത, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഘടകം. ഒരു താലന്ത് കൈവശമുണ്ടായിരുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കാം എന്നുള്ളതിനല്ല, പിന്നെയോ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഊർജ്ജസ്വലത അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതായ മനോഭാവം അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളതായ സന്നദ്ധതയാണ് ഇവിടെ കുറിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ആത്മാർത്ഥപരമായ ഒരു പ്രവർത്തനം നാം ഏറ്റെടുക്കുന്ന ഏത് കർത്തവ്യങ്ങളാണെങ്കിലും ശരി അത് ചെറുതോ വലുതോ അതിനെ പൂർണ്ണതയോടുകൂടി ചെയ്യുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പ്രാപിച്ച് എപ്രകാരം എലീശ എന്ന ദൈവഭക്തൻ തൻ്റെ മുൻപിൽ കടന്നു വന്നായ ആ സാഹചര്യങ്ങളെ അതിജീവിച്ചുവോ അതുപോലെ നമുക്കും ആ സാഹചര്യങ്ങളെ ജീവിക്കാൻ കഴിയും എന്ന
ഒരു പ്രത്യാശയുടെ അനുഭവം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തെ മുന്നിൽ നിർത്തി പ്രത്യാശയോടെ ചെയ്യാനുള്ളതായ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രതിജ്ഞാബദ്ധതയോടുകൂടി നാം ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കത് പ്രാവർത്തിക്കും എന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുക. ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടച്ച്. സ്നേഹവാനായി നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നായ കർത്തവ്യങ്ങൾ അത് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണ് എന്ന് കരുതി പൂർണ്ണ മനോഭാവത്തോടും ഇച്ഛാശക്തിയോടും പ്രാർത്ഥനയോടും ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്ത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളേവരോടും അവിടുന്ന് കരുണയും കൃപയും തോന്നുമാറാകണമേ. കൂടപ്പെട്ട ജനത്തെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.